നമസ്കാരം. ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും വിറപ്പിച്ച ജൻസി പ്രക്ഷോഭം പാക് അധിനിവേശ കാശ്മീരിലും നടക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് അരങ്ങേറിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ അടങ്ങുന്നതിന് മുമ്പാണ് വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ ചൊല്ലി വിദ്യാർത്ഥികളടങ്ങുന്ന ജൻസി തലമുറ നടത്തുന്ന ഒരു പ്രക്ഷോഭം പാകിസ്ഥാന് തലവേദനയാവുകയാണ്. ഫീസ് വർധനവിനും മൂല്യനിർണയ പ്രക്രിയയ്ക്കുമെതിരെ സമാധാനപരമായി ആരംഭിച്ച പ്രതിഷേധം ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി വളരുകയാണ്. ജൻസി തലമുറകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അസംതൃപ്തി ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്വതന്ത്ര രാജ്യ പദവിയോ അതുപോലെ ഇന്ത്യയിലേക്ക് കൂടുമാറലോ നടക്കണമെന്ന് പ്രക്ഷോഭകാരികളിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ ഷെരീഫ് സർക്കാർ വഴങ്ങുകയും പ്രതിഷേധക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം അവസാനിച്ചത്. അവരുടെ ചില പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത്. മുസഫറാബാദിൽ സർവകലാശാലയിലാണ് ഫീസ് വർധനവിനെതിരെയും മെച്ചപ്പെട്ട സൗകര്യങ്ങളുമായി കുട്ടികൾ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ സർവകലാശാല ഭരണകൂടം ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നിരോധിച്ചു. 2024 ജനുവരിയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. സെമസ്റ്റർ ഫീസിന്റെ പേരിൽ ഓരോ 3 മുതൽ 4 മാസം കൂടുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ പിരിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിച്ചത്. അന്ന് POKയിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഏറെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഇത്തവണ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷൻ, ഇന്റർമീഡിയറ്റ് തലങ്ങളിൽ മാർക്കറ്റിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണയ സംവിധാനം ഏർപ്പെടുത്തിയതാണ് അവരുടെ പ്രധാന പദവി. തകർന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, മോശം ആരോഗ്യ സംരക്ഷണം, ഗതാഗത സൗകര്യങ്ങളുടെ അഭാവം എന്നിവയെല്ലാം യുവാക്കളുടെ നിരാശ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമരം തെരുവിലേക്ക് നീങ്ങുകയാണ്. അതിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പുണ്ടായെന്നാണ് നിരവധി പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ POKയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. POKയിലെ പ്രശ്നങ്ങൾ അടിച്ചമർത്താനാണ് ISIയും സൈനിക മേധാവി അസീം മുനീറിന്റെയും തീരുമാനം. അതിനിടയിൽ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന 27ാം ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇതോടെ മുനീർ കൂടുതൽ കരുത്തനാകും. 27ാം ഭേദഗതിക്ക് പിന്തുണ തേടി സർക്കാർ തന്നെ സമീപിച്ചതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി ട്വീറ്റ് ചെയ്തതിനെ തുടർന്നാണ് ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ആരംഭിച്ചത്. മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് മുനീറിനെ ഫീൽഡ് മാർഷലായി നിയമിച്ചു. ഇപ്പോൾ POKയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ചുമതലയും അസീം മുനീറിന്റെ മുന്നിലാണ്. പാകിസ്ഥാൻ ശരിക്കും തീവ്രവാദ ഫാക്ടറിയാണ്. ലഷ്കർ-ഇ-തോയ്ബയുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ 1000-ലേറെ തീവ്രവാദ ക്യാമ്പുകളാണ് 90കളിൽ പരസ്യമായി നടത്തിയിരുന്നത്. പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി മദ്രസകളോട് ചേർന്ന മതപഠനത്തിന് ഒപ്പമാണ് ഇവിടെ തീവ്രവാദ പരിശീലനവും കൗമാരക്കാർക്കായി നടത്തുന്നത്. ഇവരിൽ നല്ലൊരു ഭാഗത്തെയും വീടും ഇന്ത്യയിലേക്കാണ്. അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറി കാശ്മീരിലെത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുന്നതുകൊണ്ട് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നതുകൊണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല. അടിസ്ഥാനപരമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇവിടെ പ്രകടനമാണ്. കാശ്മീരിനെ തീവ്രവാദ മുക്തമാക്കാനും വികസനത്തിലേക്ക് നയിക്കാനുമാണ് ഇന്ത്യ ശ്രമിച്ചത്. കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിനെ അവഗണിക്കുകയാണെന്നും ഇന്ന് തലയ്ക്ക് ഒരു ഓളമുള്ള ആർക്കും അത് ഒരു കടുത്ത മത തീവ്രവാദികൾക്കും അല്ലാതെ പറയാൻ കഴിയില്ല. കാശ്മീരിൽ വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും പാക്കേജുകളുമാണ് കേന്ദ്ര സർക്കാർ കാശ്മീരിൽ നടപ്പിലാക്കുന്നത്. അത് കാശ്മീരിലെ ജനങ്ങൾക്കറിയാം കേന്ദ്ര സർക്കാർ എത്രമാത്രം മികച്ച പദ്ധതികൾ അവിടെ നടപ്പിലാക്കുന്നുണ്ടെന്ന്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായി ലഷ്കർ ജയ്ഷെ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ഹബ്ബായി ഇത് 90കളിൽ മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ആർമി ഓഫീസർമാർ തന്നെയായിരുന്നു ഈ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി അജ്മൽ കസബിന് പരിശീലനം കിട്ടിയത് POKയുടെ തലസ്ഥാനമായ മുസഫറാബാദിൽ നിന്നാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കസബിനെ പണവും ഓഫറുകളും നൽകി മനസ്സിലേക്ക് തീവ്രവാദത്തിന്റെ വിത്തിട്ട് ചാവേറാക്കി മാറ്റിയതും സാക്ഷാൽ ISI തന്നെയായിരുന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവിതമാണ് ഇവർ ഇല്ലാതാക്കിയത്. ഒരു ഗുണ്ടാ രാഷ്ട്രീയമായിരുന്നു പാകിസ്ഥാൻ എന്ന് വൈകിയ വേളയിലെങ്കിലും പാക് അധീന കാശ്മീരിലെ വിദ്യാസമ്പന്നർ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നാൽ അത് POKയുടെ വിമോചനത്തിലാകും നയിക്കുക. ഇവിടെയാണ് എല്ലാവരും ഇന്ത്യയുടെ റോൾ ഉറ്റുനോക്കുന്നത്. നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഭാഗം തിരിച്ചുപിടിക്കാനുള്ള സുവർണ അവസരമായി ഇന്ത്യ ഇതിനെ എടുക്കുമോ എന്നാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.